സുഭാഷിതം സദൃശവാക്യങ്ങൾ 21 അധ്യായത്തിന്റെ 4 വാക്യം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. എ ഹോട്ടി ലുക്ക്, എ പ്രൗഡ് ഹാർട്ട് ആൻഡ് ദ പ്ലോയിങ് ഓഫ് ദ വിക്കറ്റ് ആർ സിൻ. സദൃശവാക്യത്തിലെ ഓരോ അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങളാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. പാപം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് അതിക്രമം, ലംഘനം, അകൃത്യം എന്നൊക്കെയാണ്. ലാക്ക് തെറ്റിക്കുക, ലക്ഷ്യം തെറ്റുക എന്നൊക്കെയുള്ളതും പാപത്തിന്റെ നിർവചനമായി കണക്കാക്കുന്നു. പാപം എന്തൊക്കെയാണെന്ന് ദൈവവചനം വളരെ സവിസ്തരമായി പറയുന്നുണ്ട്. ആദ്യ മനുഷ്യരായ ആദാമിന്റെയും ഹവ്വായുടെയും അനുസരണക്കേട് നിമിത്തമാണ് പാപം ലോകത്തിലേക്ക് കടന്നത്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. ഗർവമുള്ള കണ്ണ്. അഹങ്കാരത്തോടെ ഒരുവനെ നോക്കുമ്പോൾ ആ നോട്ടത്തിൽ നിന്ന് തന്നെ അവന്റെ ഗർവം മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ മുൻപാകെ എല്ലാവരും തുല്യരാണ്. എന്നാൽ ഒരഹങ്കാരി വ്യക്തികളെ ബഹുമാനിക്കുന്നില്ല. പൈതൃക പദവി, സമ്പത്ത്, വിദ്യാഭ്യാസം, തന്റെ പദവി ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മറ്റുള്ളവരെ തരം താഴ്ത്തി ആ കണ്ണുകൾ കൊണ്ട് നോക്കുന്നത്. എന്നാൽ നമ്മുടെ സകല നോട്ടവും ദൈവം അറിയുന്നു. ദൈവം അങ്ങനെയുള്ള നോട്ടത്തെ പാപമായി കണക്കാക്കുന്നു. യേശു കർത്താവിന്റെ വാക്കുകൾ മത്തായി 6:22 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ശരീരം കണ്ണിൽ കൂടെ അഹങ്കാരം പ്രകടിപ്പിക്കുന്നു. അടുത്തതായി എഴുതിയിരിക്കുന്നത് അഹങ്കാര ഹൃദയം, മനുഷ്യന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പാപം. അഹങ്കാര ഹൃദയത്തിന്റെ പ്രത്യേകത അത് സ്വയത്തിൽ നിന്നുണ്ടാകുന്നു. മറ്റുള്ളവരെക്കാൾ താൻ ശ്രേഷ്ഠൻ എന്നുള്ള ഭാവം. ചില ദൂതന്മാർക്ക് തന്നിൽ തന്നെ ആ അഹങ്കാരമുണ്ടായി. ദൈവത്തോട് സമനായിരിക്കണമെന്നുള്ള ഉന്നത ഭാവം. ആ ദൂതന്മാരാണ് സാത്താനും കൂട്ടരും. ഈ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വായെ വഞ്ചിച്ചു. അവൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന്. നിഗള ഹൃദയം പാപമാണ്, അത് ദൈവം വെറുക്കുന്നു. യാക്കോബ് 4:6 പറഞ്ഞിരിക്കുന്നത് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അടുത്ത പാപം ദുഷ്ടന്മാരുടെ ദീപം. അതിന് നാം ഇംഗ്ലീഷിൽ വായിച്ചത് പ്ലോയിങ് ഓഫ് ദ വിക്കറ്റ് എന്നാകുന്നു. ഉഴുതു മറിക്കുന്നതിനെയാണല്ലോ പ്ലോയിങ് എന്ന് നാം പറയുന്നത്. ചില വിവർത്തനങ്ങളിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നു: ദുഷ്ടൻ ഉഴുതു മറിച്ച് പാപം ഉളവാക്കുന്നു. ദുഷ്ടന്റെ പ്രവൃത്തികൾ പാപമെന്നും ദുഷ്ടൻ ലോകത്തിന് കാണിക്കുന്ന വെളിച്ചം പാപമെന്നും പറഞ്ഞിരിക്കുന്നു. സദൃശവാക്യങ്ങളിൽ ദുഷ്ടന്മാരെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം ചിന്തിക്കുന്ന 21 അധ്യായത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന 2-3 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു. ദുഷ്ടന്മാര് നാശത്തിലേക്ക് മറിച്ചു കളയുന്നു. ദുഷ്ടൻ നീതിമാന് മറുവിലയാകും. നിഗളവും ഗർവമുള്ളവന് പരിഹാസി എന്നു പേർ. അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു. ദുഷ്ടൻ മുഖധാർഷ്ട്യം കാണിക്കുന്നു, നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിച്ച ഈ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, 3 പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാൻ ഇടയാകരുതേ. നേരുള്ളവരായി ഞങ്ങളുടെ വഴികൾ നന്നാക്കിക്കൊണ്ട് ജ്ഞാനത്തോടെ ജീവിപ്പാൻ കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.